ആപ്കി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെ അരഗന്റ് ആണ് എന്നുള്ളതാണ്. ഇവിടെ താങ്കൾ വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്, ജനങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ കളത്തിലിറങ്ങിയ വളരെ അറഗന്റ് ആയിരിക്കുമെന്ന് റീസെൻ്റായിട്ട് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. 3 ഇഡിയറ്റ്സിന്റെ ട്രെയിലർ താങ്കൾ മീഡിയയിൽ കാണിച്ചിരുന്നു, പാട്ട് റിലീസായി, പക്ഷേ ഫിലിമിന്റെ ഹീറോയിൻ കരീന കപൂറിനെ കാണാനേ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അതായത് അവരവിടെ വന്നതേയില്ല. അതായത് അമീർ ഖാൻ ഉണ്ടെങ്കിൽ അവിടെ വേറെ ആരും വേണ്ടെന്നാണോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അല്ലല്ല, ഉറപ്പായിട്ടും അങ്ങനെയല്ല. കാരണം ഞാൻ ഒരു ആംഗിളിൽ ഞാൻ അറഗന്റ് അല്ല. ഞങ്ങളുടെ പ്രോമോയിൽ വരുവാണെങ്കിൽ രാജീവ് സർ, വിനോദ്, പിന്നെ ഞാനുണ്ടായിരുന്നു പ്രോമോ റിലീസ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനുശേഷം ഞങ്ങൾ പ്രോമോ റിലീസ് ചെയ്തു. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ മാധവൻ, ശർമ്മൻ, പിന്നെ ഞാൻ. അപ്പോഴാണ് ഞങ്ങൾ ഓൾ ഇസ് വെൽ പാട്ട് റിലീസ് ചെയ്തത്. അതിൽ കരീനയുടെ ഒപ്പമുള്ള റൊമാൻറ്റിക് സോങ് ഞങ്ങൾ പിന്നെയാണ് റിലീസ് ചെയ്തത്, കരീനയുടെ ഒപ്പം തന്നെ. ഇത് വിനോദ് സാറിൻ്റെ പ്ലാനിങ് തന്നെയായിരുന്നു. സിനിമയുടെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഈ സിനിമയുടെ ഓരോ പ്ലാനിങ്ങും 3 പേരും തനിച്ചാണ് റിലീസ് ചെയ്തത്, അവസാനം ഒരുമിച്ച് ചെയ്ത്. ശരി, ഈ കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. റൊമാൻറ്റിക് സോങ്ങിലെങ്കിലും താങ്കൾ ഹീറോയിനെ മുന്നിലേക്ക് കൊണ്ടുവന്നല്ലോ. ഇവിടെ ഇൻഡസ്ട്രിയിലുള്ളവർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓം ശാന്തി ഓം, ഫറാഖ് ഖാന്റെ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഉണ്ടായിരുന്നു. സഞ്ജയ് ദത്ത് ഉണ്ടായിരുന്നു, സൽമാൻ ഖാൻ ഉണ്ടായിരുന്നു, ഷാരൂഖ്, എല്ലാവരെയും പാട്ടില്. അതെ, അത് തന്നെ. ധർമ്മേന്ദ്രയെ പോലുള്ള മുതിർന്ന ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരേ ഒരാൾ മാത്രം വന്നതേയില്ല, അത് അമീർ ഖാനാണ്. ആക്ച്വലി ഇതൊന്നും എൻ്റെ അറഗൻസ് അല്ല. ഞാൻ എൻ്റെ വർക്ക് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു ഷോട്ട് കൊടുക്കുവാണെങ്കിലും ഞാൻ ആദ്യം സ്ക്രിപ്റ്റേ പഠിക്കുള്ളൂ. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യും അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഞാൻ അവരൊരു പാട്ട് ഷൂട്ട് ചെയ്യുവാണ് ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി, അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എന്നെ കൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ? നല്ലതല്ലല്ലോ. എൻ്റെ വർക്ക് ഞാൻ എപ്പോഴും പാഷൻ ആൻഡ് ലവിനോടൊപ്പമാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തൊരു 100 കോടി തന്നിട്ട് ഈ സിനിമ എടുക്കുക അല്ലെങ്കിൽ പാട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ആഗ്രഹം ഇല്ലാണ്ട് ഞാനത് ചെയ്യത്തില്ല. ആൻഡ് ഞാൻ ആ സ്ക്രിപ്റ്റ് അതിനു വേണ്ടി കേൾക്കത്തില്ല. കാരണം അതിനുവേണ്ടി ഞാനത് കേട്ടോ പഠിച്ചോ അത് ഇഷ്ടമല്ലാണ്ടായിപ്പോയാലോ ഒരു പക്ഷേ ആ സ്ക്രിപ്റ്റ് ഞാൻ പഠിച്ചു നോക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാവത്തില്ലേ, കഷ്ടമായേക്കും. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യത്തിൽ നിന്ന് ഞാൻ എപ്പോഴും ബാക്ക്വേർഡ്സ് ആയിരിക്കും. നിങ്ങൾ എന്നെ നോട്ട് ചെയ്താൽ അറിയാൻ പറ്റും, ഞാൻ പാർട്ടീസിനൊന്നും പോകത്തില്ല, ഫംഗ്ഷൻസിന് പോകത്തില്ല, അവാർഡ് സെറമണിക്ക് പോകാറില്ല, അവാർഡ് സെറമണിക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് അരഗന്റ് എന്ന് പറഞ്ഞത്. ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഉള്ള സ്ഥലത്ത് താങ്കളില്ല. ആക്ച്വലി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊന്നും അരഗൻസ് അല്ല. ഇതുപോലത്തെ കാര്യത്തിലൊന്നും ഞാൻ ഫിറ്റ് ആവത്തില്ലെന്ന് എനിക്ക് തോന്നും. എന്നെ കൊണ്ട് അതിൽ ഫിറ്റ് ആവാൻ പറ്റില്ല. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ലോകമാണെങ്കിൽ താങ്കളുടെ സ്റ്റാൻഡേർഡ് വേറെയാണോ? ഓസ്കാറിനെ താങ്കൾ ഫിറ്റ് ആവത്തില്ല. എന്തൊക്കെ വളരെ നന്നായിട്ടാണ് പറഞ്ഞത്. ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ സത്യമില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ ഇന്ത്യൻ അവാർഡ്സൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ അത് സെറ്റാവത്തില്ല. ഇതിൽ മറയ്ക്കാനൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ മാറി തന്നെയാണ്. ശരിക്കും ഓസ്കാറിൽ എൻ്റെ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. സോ അവാർഡ്സിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കവിടെ സെറ്റാവാത്ത രീതിയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിയിരിക്കത്തുള്ളൂ. അതായത് ഒരു കാര്യമല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറിയിരിക്കേണ്ട ആവശ്യം വരുന്നത്? നിങ്ങൾ പറയുന്ന പോലെ ഓസ്കർ, ഞാൻ അവാർഡിന് വേണ്ടി ഒരിക്കലും ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഓഡിയൻസിന് വേണ്ടിയാണ് എപ്പോഴും സിനിമ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഓസ്കറിൻ്റെ ഒരു റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ, ഓസ്കറിന് ഒരു സിനിമ ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഒരു പുതിയ ഡോർ ഓപ്പൺ ആവുകയാണ്. നമുക്ക് ഒരു പുതിയ വേൾഡാണത്, ഒരു പുതിയ വേൾഡിലോട്ടുള്ള ഡോറാ. സോ അത് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഞാനത് ഉപയോഗപ്പെടുത്തുവാണ്, വേറെ ഒന്നുമല്ല. ഓസ്കറിലുള്ളവർ ഞാൻ ഈ സിനിമ നന്നായിട്ട് ചെയ്തോ ചെയ്തില്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഓഡിയൻസ് അത് മുന്നേ പറയും, നീ നല്ല സിനിമയാണ് ചെയ്തത്, ഇല്ലെങ്കിൽ ഇല്ലെന്നും. ആർക്ക് വേണ്ടിയാണോ ഞാൻ ആ സിനിമ ചെയ്യുന്നത് അവരിത് കണ്ടിട്ട് നല്ലതാണോ ഇല്ലെന്ന് പറയും. അതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. അവാർഡ് കിട്ടിയിട്ട് എനിക്കെന്ത് കാണിക്കാനാ? പക്ഷേ ഇങ്ങനത്തെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ, ഓസ്കർ ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് സ്റ്റേജസ് കിട്ടും. ഇതൊക്കെ ഇന്റർനാഷണലി റെക്കഗ്നൈസബിൾ. അവിടെ നമുക്കൊരു അംഗീകാരം കിട്ടും. സോ നമ്മുടെ സിനിമ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ലക്കാൻ അതൊരു നല്ല. അതുകൊണ്ടാണ് മഹേഷ് ഭട്ട് ഈ കാര്യം പറഞ്ഞത്. ബെർലിൻ, ഖാൻ, ഓസ്കാറിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് വെള്ളത്തോല്, വൈറ്റ് സ്കിൻ ഉള്ളവരുടെ മുമ്പിൽ കുനിയാനും തയ്യാറാണ്. ഞാൻ തല കുനിഞ്ഞ് നിൽക്കുന്നൊന്നും ആരുടെ മുമ്പിൽ ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ആരുടെ മുന്നിൽ തല കുനിയത്തില്ല. അവരുടെ തോളിൻ്റെ നിറം എന്തായാലും അതെനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. നാളെ ബെർലിൻ ആൾക്കാർ കറുപ്പായാലും എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല അറിയണ്ട. സോ
ഞാൻ എന്നെ സംബന്ധിച്ച് എന്താ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഈ ബേർലിൻ ആയിക്കോട്ടെ, കാൻസ് ആയിക്കോട്ടെ, ഓസ്കർ ആയിക്കോട്ടെ, പല വർഷങ്ങളായിട്ട് ഇവർ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ റെസ്പെക്റ്റ് കിട്ടിയിരിക്കും. ഇത് നിങ്ങളുടെ അടുത്താ ഉള്ളത്. നിങ്ങളുടെ മര്യാദ നിങ്ങൾ ഏത് ലെവലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്. ഞാനൊരു അവാർഡ്, അതായത് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ അവാർഡ് സെയിൽ ചെയ്യുവാണെങ്കിൽ അതിന് എന്ത് റെസ്പെക്റ്റാണ് കിട്ടാൻ പോകുന്നത് പറയും നിങ്ങൾ? ഇത് ഞാനല്ല, താങ്കൾ നിങ്ങളാണ്. പറഞ്ഞു വരുന്നത് ഈ അവാർഡൊക്കെ വിൽക്കുകയാണ്. ഞാനൊരു എക്സാമ്പിളാണ് തന്നത്. അതായത് ഈ അവാർഡൊക്കെ ആരാണ് വാങ്ങുന്നതെന്ന് ഒന്ന് പറയാമോ? ഞാൻ നിങ്ങൾക്ക് നാളെ അയച്ചു തരാം. അതായത് ഞാൻ എന്ത് പോയിന്റാ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതായത് ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ പ്ലാറ്റ്ഫോം വിശ്വസിക്കുവാണ്. ഒരു പക്ഷേ ഞങ്ങളുടെ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് ഞാൻ ലഗാനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഈ ലഗാൻ്റെ ഓസ്കറിനെ കുറിച്ചാണ് പറയുന്നത്. ആ സിനിമ ഓസ്കറിന് നോമിനേറ്റ് ആയതുകൊണ്ട് പൊതുവെ ലഗാനെ കുറിച്ചുള്ള ന്യൂസൊന്നും അവർക്ക് അത്ര അങ്ങോട്ട് കിട്ടത്തില്ല. അവർ പോയി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുവാണ് ഏത് സിനിമയാണ് ഓസ്കറിന് നോമിനേറ്റ് ആയിട്ടുള്ളതെന്ന്. അവർ അതിൻ്റെ DVD ഒക്കെ മേടിക്കുക. അത് പോയി നോക്കി അവർ മേടിച്ചു. അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ സിനിമ കണ്ടുവന്ന്. അതുപോലെ ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു. ഈ കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് ലഗാൻ ഒരു പക്ഷേ 3 മണിക്കൂർ ഇല്ലായിരുന്നു എങ്കിൽ അവിടെയുള്ള ഓഡിയൻസും ജൂറിയും അതിലുള്ള പാട്ടുകളൊക്കെ ഷോർട്ട് ചെയ്ത് ചെറുതാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവാർഡ് ലഭിക്കുമായിരുന്നു. ആക്ച്വലി ഇതൊന്നും ഒരു സത്യവും അല്ല. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അന്നൊരു 56 സിനിമകൾ വന്നിരുന്നു അവിടെ ലഗാൻ കോമ്പറ്റീഷനുള്ള സമയത്ത്. നോമിനേറ്റ് ആയിട്ട് ടോപ്പ് 5 വരുന്നത് എത്രത്തോളം കഷ്ടമാണെന്ന് വെച്ചാൽ, അവിടെയുള്ള ജൂറി മെമ്പേഴ്സിന് ഏകദേശം 300 തൊട്ട് 400ഓളം മെമ്പേഴ്സ് ഉണ്ടാവും അവിടെ. അതായത് 7-8 ജൂറി മെമ്പേഴ്സ് കാണത്തില്ല. അതായത് അവിടെയുള്ള 300 to 400 മെമ്പേഴ്സിന് ആ സിനിമ ഇഷ്ടമല്ലാണ്ടായെങ്കിൽ ടോപ്പ് 5 ആ സിനിമ വരത്തില്ല. ആ സിനിമയിൽ ചിലപ്പോൾ പാട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടമാവില്ല. ഒരുപാട് സമയം കൂടിയ സിനിമയാണെങ്കിൽ അവർക്കത് ഇഷ്ടമാവത്തില്ല. നമ്മുടെ സിനിമ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഏകദേശം അവിടെ 10 തൊട്ട് 12ഓളം ഫിലിം നോമിനേഷന് വേണ്ടിയുണ്ട്. പക്ഷെ അതൊന്നും നോമിനേറ്റ് ആയില്ല, ലഗാനായി. ഓസ്കറിൽ അത് നോമിനേറ്റ് ആയാൽ തന്നെ അത് ഏകദേശം വിജയമാണ്. ഓസ്കറിൻ്റെ ഫംഗ്ഷന് പോയപ്പോൾ അന്ന് അവിടെ ഒരുപാട് ഇംഗ്ലീഷ് ആൾക്കാരുണ്ടായിരുന്നു. എനിക്കറിയില്ല അവരാരാന്നൊന്നും. ഒരു ലഹാൻ കണ്ടുകൊണ്ട് അവർക്കത് മനസ്സിലായി എന്നെ. പക്ഷെ എനിക്കറിയില്ലല്ലോ അവർ ജൂറി മെമ്പേഴ്സാണ്. അപ്പം ഞങ്ങളുടെ പേര് അവിടെ അനൗൺസ് ആയില്ല. നോ മാൻസ് ലാൻഡ് അവിടെ അനൗൺസ് ആയിരുന്നു. അതിനുശേഷം ആ ഫംഗ്ഷൻ തീർന്നതിന് ശേഷം ഒരു 50ഓളം പേര് എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾക്ക് വളരെ വിഷമമെന്ന് പറഞ്ഞു അവരെൻ്റെ അടുത്ത്. നിങ്ങളുടെ സിനിമ സെലക്ട് ആയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ വിഷമിക്കുക. നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങൾ ജൂറി ആയിരുന്നു, നിങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് അവർ പറഞ്ഞു. അവർക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ താങ്കളുടെ ആ സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു അത്. പക്ഷേ മറ്റൊരു സിനിമയ്ക്കാണ് ലഭിച്ചത്, സ്ലം ഡോഗ് മില്യനർ. പക്ഷേ അതിന് ഓസ്കാർ ലഭിച്ചു. പക്ഷേ താങ്കൾക്കത് അത്ര ഇംപ്രസ് ആയില്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. ആക്ച്വലി എൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ അറഗൻ്റ് അല്ല, ഞാൻ ഒരുപാട് സ്ട്രൈറ്റാ. അതായത് എന്നെ കൊണ്ട് നുണ പറയാൻ കഴിയില്ല. അപ്പം ഞാൻ സ്ലം ഡോഗ് മില്യനർ ഞാൻ കണ്ടില്ല. അതെൻ്റെ ഫ്രണ്ടിൻ്റെ സിനിമയായിരുന്നു, അനിൽ കപൂറിൻ്റെ സിനിമയായിരുന്നു. ഞാൻ ഡാനി ബോയിലിൻ്റെ വലിയ ഫാനാ. അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട്, ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷപ്പെട്ടതാ. അവർക്ക് വിഷ് ചെയ്യാനായിട്ട് ഞാൻ പ്രീമിയറിൽ പോയതാണ്. പക്ഷേ അതൊരു സിനിമ കണ്ടില്ലായിരുന്നു. ഞാൻ ആ സിനിമ കണ്ടത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, പേഴ്സണലി എനിക്കത് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാൻ എങ്ങനെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും? എനിക്കതൊരു ഓക്കെ ഫീലായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അവർ കാണിച്ചിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അവരത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ സത്യം ഞാൻ എങ്ങനെ പറയും അവരുടെ അടുത്ത്? പക്ഷേ ആ സിനിമയ്ക്ക് ഓസ്കാർ ലഭിച്ചത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ജൂറി മെമ്പേഴ്സിന് ഇഷ്ടപ്പെട്ടു, അത് മതിയല്ലോ. ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. ചില സിനിമ എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഒരാൾ മംഗൽ പാണ്ഡെ സിനിമ കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. കാരണം അത് അദ്ദേഹം കണ്ടിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഐ കാൺട്ട് സേ കാരണം ഈ സിനിമ ഞാൻ നന്നായിട്ട് ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. ശരി, താങ്കൾ പറയുന്ന ഈ ഓസ്കാറിന്റെ കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ബ്ലാക്ക് ഫിലിം, അമിതാഭ് ബച്ചൻ, എല്ലാവരും റെസ്പെക്ട് ചെയ്തു. പക്ഷേ ആ സിനിമ കണ്ടിട്ട് താങ്കൾ പറയുകയാണ് ഇൻസെൻസിറ്റീവായ ഫിലിമാണ്. ഇൻസെൻസിറ്റീവ്, അതെ. ബ്ലാക്ക് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ? അതിൽ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഓഡിയൻസിന് ഇതാണ് കാണിക്കുന്നത്. അത് എന്താണ് തെറ്റെന്ന് വെച്ചാൽ, അതായത്
ആ പെണ്ണിന് പിള്ളേരെക്കുറിച്ച് പറയാനായിട്ട് ആ പെണ്ണിന് കണ്ണും അറിയത്തില്ല, കാതും കേൾക്കത്തില്ല, അവളെ കൊണ്ട് സംസാരിക്കാനും പറ്റില്ല. അവളെ നമ്മൾ നല്ലപോലെ അടിക്കുവാണ്, വെള്ളത്തിൽ തല പിടിച്ച് മുക്കി വെക്കുക, പിന്നെ അവളെ പേടിപ്പിച്ച് അവളെ ടോർച്ചർ ചെയ്ത് നമ്മളവളത് പഠിപ്പിച്ചെടുക്കുവാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഈ ദിവസം തോറും നോക്കുവാണെങ്കിൽ ചൈൽഡ് കെയറിൽ ചൈൽഡ് അബ്യൂസ് എത്രത്തോളം നടക്കുന്നുണ്ട്. നമ്മൾ പിള്ളേരെ അടിക്കാനായിട്ട് ഒരു സെക്കൻഡ് ആലോചിക്കുന്നില്ലല്ലോ. അത് എത്രത്തോളം നോർമലാണ്. ഇന്ത്യയിൽ കർണത്തടിക്കുന്നത് വളരെ നോർമലാണ്. ഇന്ത്യയിലെ സിറ്റിയിൽ, ടൗണിൽ, ചെറിയ വില്ലേജസിൽ ചൈൽഡ് അബ്യൂസ് ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. അത് നിങ്ങളൊരു സിനിമയായിട്ട് ഇവിടെ ഇട്ട് കാണിക്കുവാണ്. അതിലെ ലീഡ് ആക്ടർ ആ കൊച്ചിനെ അടിക്കുവാണ്, വെള്ളത്തിൽ ഇട്ട് അമക്കുവാണ്. അതിനുശേഷം ആ പെണ്ണ് കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നത്. അവൾ വിചാരിക്കുന്ന കാര്യമൊക്കെ ഇവരെവിടെ എന്താ പറയുന്നത്? ഓഡിയൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ അടിച്ചാൽ മതി, എല്ലാം കറക്റ്റായിട്ട് ശരിയായ രീതിക്ക് പോകുന്നതാണോ? ഒരു കുഞ്ഞിനെ കൊണ്ട് കാണാൻ പറ്റാണ്ട്, കേൾക്കാൻ പറ്റാണ്ട്, സംസാരിക്കാൻ പറ്റാണ്ടിരുന്ന അതിനെ നല്ലപോലെ അടിക്കാനാണോ പറയുന്നത്? അടിച്ചാലേ വഴിക്ക് വരുവുള്ളൂ എന്നാണോ ഈ പറയുന്നത്? അങ്ങനെ ആ കൊച്ചിന് മനസ്സിലാവണമെങ്കിൽ അത് നിങ്ങൾ സബ് കോൺഷ്യസ് ആയിട്ട് ഇത് നിങ്ങൾ ഈ ഡേഞ്ചറസ് ആയ മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നിങ്ങൾ എന്ത് വൃത്തികെട്ടൊരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത് എനിക്ക് തോന്നി. അമിത് സാറിനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഒരു വലിയ സ്ഥാനത്ത് തന്നെയായിരിക്കും. ഞാൻ തന്നെ ആ സ്ഥലത്തോട്ട് പോകാൻ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു മര്യാദ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ താങ്കൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അത് പിന്നെ ആ കാര്യം എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യണം. ഒരു ജേർണലിസ്റ്റ് എന്നെ വന്ന് ഇൻ്റർവ്യൂ എടുത്തു. ബ്ലാക്ക് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ 2 വർഷം മുന്നേ പറഞ്ഞതാ. ഈ സിനിമ ഞാൻ അമിത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല, കാരണം ഞാൻ ഫാനാണ്. അത്ര നല്ല ഫാൻ ആയതുകൊണ്ട് കണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമ ഇഷ്ടപ്പെടാത്തതെന്നുള്ളത് പറയാനായിട്ട് എൻ്റെ അടുത്തേക്ക് പറ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ഈ കാര്യം അദ്ദേഹത്തിന് അറിയാം. അതിനുശേഷം ബ്ലാക്ക് സിനിമ റിലീസായതിനു ശേഷം ഈ സിനിമ റിലീസായത്. ഇത് 2 years ബാക്ക് റിലീസായി. ഇതാ ഇപ്പോൾ വന്ന് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിൽ ചോദിക്കുക. അദ്ദേഹം ഒരുപാട് ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. എൻ്റെ പഴയ ഇൻ്റർവ്യൂ ഒക്കെ ഇരുന്ന് കണ്ടതാന്ന് തോന്നുന്നു അദ്ദേഹം. പിന്നെ എൻ്റെ അടുത്ത് ബ്ലാക്കിനെ കുറിച്ച് തന്നെ ചോദിച്ചു. ഞാൻ പിന്നെ അതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. പിന്നെയും അദ്ദേഹം മുഴുവൻ ഇൻ്റർവ്യൂവും ഞാൻ എൻ്റെ അടുത്ത് എടുത്തതെല്ലാം മാറ്റി വെച്ചിട്ട് ഫുള്ള് ബ്ലാക്കിനെ കുറിച്ച് മാത്രം എഴുതി വെച്ചേക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് എന്തോ ബ്ലാക്കിനെ നശിപ്പിച്ച് കളഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. ഇത് അൺഫോർച്ചുനേറ്റ്ലി നടന്ന കാര്യമാണ്. അതിനുശേഷം എനിക്ക് തോന്നിയത് ഈ കാര്യം പറഞ്ഞിരിക്കാൻ പാടില്ലെന്നായിരുന്നു. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ പറഞ്ഞിരിക്കാൻ പാടില്ല. നിങ്ങളെന്താ പറയുന്നത്, ഞാൻ മിണ്ടാണ്ടിരിക്കണമെന്നാ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ താങ്കൾ സത്യം പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ റെസ്പെക്ട്ഫുള്ളിയാണ് ഇത് പറഞ്ഞത്. കാരണം ഈ തെറ്റെന്ന് പറയുന്നത് ഞാനും എപ്പോഴാണെങ്കിലും ചെയ്യാം. ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അമിത് സാറിനല്ല ഉണ്ടാവേണ്ടത്, ഇത് ഫിലിം മേക്കറിനാണ് വേണ്ടത്. സിനിമ എടുക്കുന്നവർ, സിനിമയ്ക്ക് കഥ എഴുതുന്നവരും, ജനറലി ആക്ടേഴ്സ് ആയിട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരു ഡിഫറെൻറ്റ് വേൾഡിലായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബേസിക്കലി ഞാൻ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സിനായിരിക്കും ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. ഏത് സിനിമയായാലും ശരി, നല്ല സിനിമയാണെങ്കിൽ ഏത് സിനിമയായാലും ശരി. കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്ത ആളുടെ തലയിലോട്ടം കിട്ടുമല്ലേ? ചില സമയത്ത് നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കില്ലേ, അതുപോലെയാ. പക്ഷേ ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും ക്രിയേറ്റ് ആവുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ളവർ എന്ത് ചെയ്താലും താങ്കൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. മാഡം തുസോട്ട്സിൽ അതൊരു വാക്സ് മ്യൂസിയമാണ്. പ്രസ്റ്റീജിയസ് കാര്യമാണ്. അമിതാഭ് ബച്ചൻ്റെ ഉണ്ട്, ഐശ്വര്യ റായുടെ ഉണ്ട്, ഷാറൂഖ് ഖാൻ്റെ ഉണ്ട്, അദ്ദേഹവും അവിടെ തന്നെയുണ്ട്, അതുപോലെ സൽമാൻ ഖാനുണ്ട്. പക്ഷേ അമീർ ഖാൻ ആ ഓഫർ വന്ന സമയത്ത് വേണ്ട, എൻ്റെ സ്റ്റാച്യു അവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, ഇത് തെറ്റായ കാര്യത്തിൽ പുറത്ത് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം ടുഷാട്ട് ഒരു വളരെ നല്ല മ്യൂസിയം ആയിരുന്നു അത്. ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റാർസൊക്കെ വെച്ചിരുന്നു അവർ. ഇൻ്റർനാഷണൽ സ്റ്റാർസ് ഉണ്ട് അവിടെ. വളരെ നല്ല കാര്യമാണ്. എനിക്ക് ഇൻറ്റിമേഷൻ വന്ന സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും മാക്സിമം. എൻ്റെ പ്രിയോറിറ്റീസൊക്കെ ഇതെൻ്റെ പ്രയോറിറ്റി അല്ല. ഇതാണ് എൻ്റെ പ്രയോറിറ്റി അല്ല. ഞാനിങ്ങനെ ഫോട്ടോസിൽ നിന്ന് പോസ് കൊടുക്കുന്നത് ഇതൊന്നും എൻ്റെ പ്രയോറിറ്റി അല്ല. ഞാനപ്പോൾ എൻ്റെ വർക്കിൽ എന്തോ ബിസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും സമയത്ത് ചോദിച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞിരിക്കും. ആ സമയത്ത് ഞാൻ ബിസി ആയതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല, സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ സിനിമ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. സോ എൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലി വളരെ ശ്രദ്ധയോടെ ചെയ്യും. അതുകൊണ്ടാണ്, വേറെ ഒന്നും ആലോചിക്കില്ല ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് വേണ്ടെന്ന്. ഈ അറഗൻസ് എന്ന് പറയുന്ന കുറ്റം നിങ്ങൾ പറയുന്നില്ലേ, ചിലപ്പോൾ അതിൻ്റെ കാരണം ഇതായിട്ട് പോലും ഉണ്ടാവാം. ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ ചുറ്റിനുള്ള എനർജീസ് മുഴുവനും അങ്ങോട്ട് പോയേക്കും, ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ചുറ്റിനുള്ള എല്ലാ കാര്യവും ഞാൻ മറന്നു പോയേക്കും ടോട്ടലി. എൻ്റെ ഫ്രണ്ട് ആരെങ്കിലും എന്നെ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല.
അവർ വിചാരിക്കും ചിലപ്പോൾ ഞാൻ ഭയങ്കര അരഗൻ്റ്, ആ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല എന്ന്. ആക്ച്വലി ഞാൻ അരഗൻ്റ് അല്ല, ആ സമയം ഫുള്ളി ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ആ വർക്ക് തീർക്കുക. എനിക്ക് പണിയെടുക്കാൻ ഇതല്ലാണ്ട് വേറെ പണി അറിയത്തില്ല. ഇത് ഞാൻ പേർപ്പസ്ലി ചെയ്യുന്നതല്ല. ശരി, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ജനങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കട്ടെ. നല്ല ശരിയല്ലേ? തീരുമാനം പറയണേ. അതായത് സത്യത്തിൽ താങ്കൾ അരഗൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം.